അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നരകാവകാശികൾക്ക് വ്യത്യസ്ത ശിക്ഷകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒരു വിഭാഗത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവരുടെ പുറംഭാഗത്തും നെറ്റിയിലും ശരീരത്തിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവർ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ചൂടുവെക്കുമെന്നാണ്. ആരാണ് ആ വിഭാഗം ആളുകൾ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും ഒക്കെ കൂട്ടിയിട്ട് അതിന്റെ സക്കാത്ത് നൽകാത്ത ആളുകൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് പ്രവാചകരെ ഈ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം. ചിലപ്പോഴൊക്കെ ഞാനൊന്നും ഇതിന്റെ ആളാവൂല എന്ന് ആണ് വിചാരിച്ചു പോകും. ചിലപ്പോ കഴിഞ്ഞ വർഷം ഇത്ര കൊടുത്തു, അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം എന്ന് വിചാരിക്കും. അല്ല, സക്കാത്ത് കൂട്ടി നോക്കി ഓരോ വർഷത്തെയും സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നമ്മൾക്ക് നിർബന്ധമാക്കിയ നിർബന്ധ കാര്യമാണ് സക്കാത്ത്. അത് നൽകാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സമ്പാദിച്ച നമ്മുടെ മുതൽ, നമ്മുടെ സമ്പത്ത് നാളെ നമ്മുടെ മേൽ ചൂടുവെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ സമയവും ഈ നിമിഷങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.